നമസ്കാരം, നന്ദകുമാറാണ്. ഗുരുവായൂർ അമ്പലനടയിൽ കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഭയങ്കര ഭീകരം. പക്ഷേ ഫാമിലി എൻ്റർടൈനറാണ്. പൃഥ്വിരാജിൻ്റെ പ്രത്യേക ഒരു ഇതുണ്ടായിരുന്നു. പൃഥ്വിരാജ് പ്രത്യേകമായിട്ട് ക്ഷണിച്ചത് പ്രകാരം ഈ കല്യാണം കാണാൻ വേണ്ടിയിട്ട് വന്നേക്കണതാണ്. കൃത്യം 11:30 മുഹൂർത്തം. അപ്പം ഞാൻ 11 മണിക്ക് തന്നെ എത്തിയിട്ടുണ്ട്. നല്ല പടമാണെന്നുള്ള വിശ്വാസത്തിലാണ്. 4-5 പേര് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഏകദേശം 1000 രൂപയുടെ അടുത്ത് ചിലവുണ്ട്. അപ്പോൾ പടം കണ്ടിട്ടില്ല. ഇനി പടം കണ്ടിട്ട് 1000 രൂപയുടെ ഒരു സുഖം നമുക്ക് കിട്ടണം. മനസ്സിലായോ? 1000 രൂപയുടെ ഒരു സുഖം നമുക്ക് കിട്ടണം ഈ സിനിമ കാണുമ്പോൾ. ബാക്കി പടം കണ്ടിട്ട് പറയാം ഗൈസ്. അപ്പം നമ്മൾ ഒരു 4-5 പേര് ഫാമിലി ആയിട്ടാണ് പടം കാണാൻ വന്നിരിക്കുന്നത്. പൃഥ്വിരാജാണ് അതിന് കാരണക്കാരൻ. പൃഥ്വിരാജ് ക്ഷണിച്ചിട്ടുള്ളത് കൊണ്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ പൃഥ്വിരാജ്, ബേസിൽ ജോസഫ്, പിന്നെ മറ്റേ നിഖില, അനശ്വര പിന്നെ ഇപ്പോൾ ചൂസ് ചെയ്യുന്നത് ഏത് ക്യാരക്ടർ കിട്ടിയാലും ചെയ്യുന്ന രീതിയിൽ ചൂസ് ചെയ്യുന്നുണ്ട്. അനശ്വര പിന്നെ ചൂസനല്ല. നിഖില കുറച്ചും കൂടി ചൂസിയാണ്. പൃഥ്വിരാജ്, ബേസിൽ, വിപിൻ ദാസ്, പിന്നെ ഹാരിസ് ദേശം. ഈ ഹാരിസ് ദേശം പൃഥ്വിരാജിൻ്റെ കൂടെയുള്ള ആളാണ്. അപ്പം ഇത്ര ആൾക്കാരോടുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് പടം കാണാൻ വന്നിരിക്കുകയാണ്. ഇതാണ് തിയേറ്റർ. ഇനി പടം കണ്ടു കഴിഞ്ഞിട്ടുള്ള കാര്യം പറയാം. എൻ്റെ പൊന്നു പൃഥ്വിരാജ് സാറേ, ദൈവത്തെ ഓർത്ത് നല്ല പടമായിരിക്കണേ. അത് മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു അപേക്ഷ. എൻ്റെ ഹെവി പടം. ഗുരുവായൂരമ്പലം നിറയിൽ ചിരി പണ്ടരടങ്ങി പോയി. ഒരു 200, 250, 300, 350, 400 കോടി രൂപയെങ്കിലും മിക്കവാറും ഇതിന് കളക്ഷൻ വരും. ചിരി എന്ന് പറഞ്ഞാൽ ഗംഭീര ചിരി. ഫാമിലിക്കൊക്കെ കാണാൻ പറ്റും, എല്ലാവർക്കും കാണാൻ പറ്റും. എൻ്റർടൈൻമെൻറ്റ്, ഫുൾ എൻ്റർടൈൻമെൻറ്റ് പാക്ക്. നമസ്കാരം, നന്ദകുമാറാണ്. ഗുരുവായൂർ അമ്പലനടയിൽ കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഭയങ്കര ഭീകരം. പക്ഷേ ഫാമിലി എൻ്റർടൈനറാണ്. ഫാമിലിക്ക് സൂപ്പറാണ് പടം. എല്ലാവർക്കും പോയി കാണാം, ചിരിക്കാം. അങ്ങനെ വലിയ കഥയില്ല. ഇറ്റ്സ് എ മേക്കിംഗ് ആണ്. ഇത് പടം ഒരു ഭയങ്കര മേക്കിംഗ് ആണ്. മേക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് മേക്കിംഗ് ആണ്. ഹാപ്പിനെസ് പടമാണ്. പ്ലസൻറ്റ് മൂവിയാണ്. എനിക്ക് തോന്നുന്നത് ഭയങ്കര ഹിറ്റാവും. ഭയങ്കര ഹിറ്റാവും. അത്രയും ഉണ്ട് സംഭവം. അങ്ങനെ സസ്പെൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ നോർമൽ നമ്മൾ കണ്ടുവന്ന് ശീലിച്ചിരിക്കുന്ന സിനിമ പാറ്റേണൊന്നുമല്ല. ഒറിജിനൽ മലയാളം സിനിമ. അതാണ് നമ്മൾ കണ്ട് പഴകിയിട്ടുള്ള ഒറിജിനൽ മലയാളം സിനിമ. പുതിയ വേർഷനിൽ, പുതിയ സ്റ്റൈലിൽ ആൾക്കാരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്ന കാറ്റഗറിയിൽ തന്നെ മേക്ക് ചെയ്തിരിക്കുന്ന പടമാണ്. ഇറ്റ്സ് വെരി അമേസിങ് ആൻഡ് പൊളി. പോയി കണ്ടു നോക്കിക്കോ, കാശ് പോകത്തില്ല.